ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയന്നരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, പ്രിയപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാശന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ഈ ദയറായിലെ ഈ പരിശുദ്ധ പിതാവിൻ്റെ അഥവാ പത്രോസ് മാർ ഒസ്താത്യോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിൽ വന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ നമുക്ക് കടപ്പാടുള്ള ഒരു പ്രത്യേക ജീവിത മാതൃക നൽകിയ ഒരു പിതാവാണ് പരിശുദ്ധ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുടികൊണ്ട ആശയം സമാനതകളില്ലാത്ത ഒരു ആധ്യാത്മിക വിപ്ലവത്തിൻ്റെ ആരംഭമായിരുന്നു അത്. ഇന്നലെ അഭിയന്നനായ അന്തോണിയോസ് തിരുമേനി ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്പർശിച്ച് നമ്മുടെ ഹൃദയത്തെയും സ്പർശിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ തിരുമേനി പറയുകയുണ്ടായി. നാം പലപ്പോഴും പ്രസംഗത്തിലൂടെ വളരെ നല്ല പ്രൗഢഗംഭീരമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും പറയുവാനും ഒക്കെ നമുക്ക് കഴിയാറുണ്ട്. പക്ഷേ അത് അനുഷ്ഠാന തലത്തിലേക്ക് എത്തുമ്പോൾ വളരെ ദയനീയമായി അത് ദുർബലമായി തീരാറുണ്ട്. മൂക്കഞ്ചേരി കുടുംബത്തിലെ ഇപ്രകാരമുള്ള ഒരു ദൈവികമായ ദർശനത്തോടെ, സത്യസന്ധതയോടെ, എതിർപ്പുകൾ വകവെക്കാതെ, കുടുംബാംഗങ്ങളുടെ താല്പര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കാതെ തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആത്മീയ വിപ്ലവത്തിനെ അദ്ദേഹം വിത്ത് പാകി അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിൽ വരുത്തി. ശ്രീപാദാസ സമൂഹം, അതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങൾക്ക് താൻ പേരിട്ടത്. 1953 അദ്ദേഹം മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ റമ്പാനായിരുന്നു. ഈ വർഷം 50 വർഷം പൂർത്തിയാകുകയാണ് അദ്ദേഹം കാലം ചെയ്തിട്ട്, 1968. അപ്പോൾ നമ്മൾ ഓർക്കണം, ജീവിതം എന്ന് പറയുന്നത് അനുഷ്ഠാനങ്ങളിലൂടെ സമാനതകളില്ലാത്തൊരു മാതൃക കാണിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് എന്നും ആ വ്യക്തിത്വത്തെ ലോകത്തിൽ നിലനിർത്തും. അവർക്ക് ഭൗമികമായ ഒരു ജീവിതാവസാനം ഉണ്ട് എന്ന് നമുക്ക് പറയാമെന്നല്ലാതെ അതേക്കുറിച്ച് ഓരോ ഏടുകളും നാം കൃത്യമായി പരിശോധിച്ചാൽ നമ്മുടെ ഹൃദയം ഏറെ പുളകം ചാർത്തുന്നതും അത്ഭുതം സൃഷ്ടിക്കുന്നതുമായ വാക്കുകളായിരിക്കും. അത് സത്യസന്ധവുമായിരിക്കും. ഒന്നും കടമെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒന്നും പുകഴ്ത്തിയോ സ്തുതിച്ചോ ഒന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പിതാവാണ് പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി. ഭക്ഷണമില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതിയില്ല, കിടക്കാൻ ഇടം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതിയില്ല, പള്ളി തുറന്ന് അവിടെ ചേങ്ങലയടിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ആളുകളെ കൂട്ടിവരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് പരാതിയില്ല, വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്ന് ജനങ്ങളോട് നല്ല കാര്യങ്ങൾ ഉപദേശിക്കാൻ അദ്ദേഹത്തിന് പരാതിയില്ല, വയൽ വരമ്പുകളിലൂടെ ചള്ള നിറഞ്ഞ ഇടയിലൂടെ യാത്ര ചെയ്യാൻ പ്രയാസമില്ല. ഇന്നലെ തിരുമേനി പറഞ്ഞല്ലോ, കാർഡിൽ എഴുതുന്നു, അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. 2ാം ക്ലാസ്സിലോ ഒരു ട്രെയിൻ യാത്രയുണ്ട്, 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഏതെങ്കിലും പ്രൗഢഗംഭീരമായ ഒരു ടിക്കറ്റ് കൊടുത്താൽ ആ ടിക്കറ്റും കൊണ്ട് ഒറ്റ ഓട്ടമാണ് സ്റ്റേഷൻ മാസ്റ്റർ അടുത്തേക്ക്. 3ാം ക്ലാസ് വേണം. ആ 3ാം ക്ലാസ് വേണമെന്ന് പറഞ്ഞ് അതിൽ കിട്ടുന്ന പൈസ അത് തിരുമേനി പാവപ്പെട്ടവന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ഓടുന്നതാണ്. ഒരു കൊച്ചു കുട്ടിയെപ്പോലെ ഓടി നടന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുക. അതിൽ ഒരു തരത്തിലും ആരുടെയും എതിർപ്പ് അദ്ദേഹം വകവെക്കുന്നില്ല.
എന്നാൽ സഭയുടെ അടിസ്ഥാന ദർശനം എന്താണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി അത് അനുഷ്ഠിക്കാനും അനുകരിക്കുവാനും നമുക്ക് കഴിയുമ്പോഴാണ് മലങ്കര സഭയ്ക്ക് അദ്ദേഹത്തോടുള്ള കടപ്പാട് അല്പമെങ്കിലും പൂർത്തീകരിക്കാൻ, അല്ലെങ്കിൽ അല്പമെങ്കിലും ആ കടപ്പാട് നിർവഹിക്കാൻ നമുക്ക് കഴിയുന്നത് ആ ജീവിതത്തെ അനുകരിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ്. 1953 അദ്ദേഹം മെത്രാപ്പോലിത്ത സ്ഥാനത്തേക്ക് വന്നത്. അദ്ദേഹം മെത്രാപ്പോലിത്തയാണോ എന്നോ അല്ലെങ്കിൽ റംബാനാണോ എന്നോ വെറും MP പീറ്ററാണോ എന്നോ ഒന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. അത് തിരിച്ചറിഞ്ഞൊരു ഗവൺമെൻറ് അദ്ദേഹത്തെ പ്രത്യേക ഉദ്യോഗസ്ഥനാക്കി. ഇന്നലെ നമ്മൾ കേട്ടതുപോലെ ഒരു ഉന്നത കുലജാതനായ ഒരു മനുഷ്യൻ, സാമ്പത്തിക അടിത്തറയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ, ആരുടെയും സ്വാധീനം കൂടാതെ സ്വയമായി കണ്ടെത്തിയ ഒരു ദർശനം അദ്ദേഹം നടപ്പിൽ വരുത്തുകയാണ്. ഞാൻ കേട്ടിട്ടുള്ളത്, അദ്ദേഹത്തിന് വൈദിക വഴിയിലേക്കുള്ള ആദ്യ വട്ടം കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹം ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വള്ളത്തേലെ പരിമലയിൽ ചെന്ന് വട്ടശ്ശേരി തിരുമേനിയെ കണ്ട് അന്നത്തെ യുയാക്കിമാർ ഈവാനിയോസ് തിരുമേനിയുടെ അടുത്ത് നിന്ന് പട്ടം വാങ്ങാൻ ചെല്ലുമ്പോൾ പട്ടം കൊടുക്കരുതെന്ന് പറയുന്ന ഒരു ശബ്ദം സ്വന്തം ഭവനത്തിൽ നിന്നുണ്ടായി. പക്ഷേ അത് മണത്തറിഞ്ഞ് അതിൻ്റെ തലേ ദിവസം പട്ടം കൊട വട്ടശ്ശേരി തിരുമേനിയുടെ താല്പര്യപ്രകാരം നടത്തുകയാണ് ചെയ്തത് എന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിലുള്ളവരെ ഓടിച്ചെന്ന് ഇദ്ദേഹത്തെ അങ്ങനെ ആക്കരുതേ എന്ന് പറയുമ്പോഴേ അവർ പറഞ്ഞു, തിരുമേനി പറഞ്ഞു, അതോ ഇന്നലെ കഴിഞ്ഞു, അത് ഇനിയിപ്പോൾ ഇന്നൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഈ MP പീറ്റർ എന്ന് പറയുന്ന യുവാവിൻ്റെ മനസ്സിലെ ഇച്ഛാശക്തിയും താൻ ഉൾക്കൊണ്ടിട്ടുള്ള ദർശനത്തിൻ്റെ അതിൻ്റെ വലിപ്പവും സാന്ദ്രതയും നമുക്കൊന്നും ആലോചിക്കാനേ പറ്റുകയില്ല. കാലം മാറി. ഇവിടെ അദ്ദേഹം കാലം ചെയ്തിട്ട് 50 വർഷമായി. പലതവണയും ഒരു വലിയ ദേവാലയത്തിൽ വന്ന് അദ്ദേഹത്തിന് അത് തുറന്നു കൊടുക്കാതെ, കക്ഷി വഴക്കുള്ള കാലമാണല്ലോ, തുറന്നു കൊടുക്കാതിരുന്നപ്പോൾ അദ്ദേഹം ആ വരാന്തയിൽ കിടന്നുറങ്ങി എന്ന് കേട്ടിട്ടുണ്ട്. ആഹാരം കിട്ടാതെ പലരും, ഈ ശ്രീപാദാസന്മാരും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പരസ്യയോഗം നടത്തുന്ന റമ്പാച്ചനും ആഹാരം കിട്ടാതെ സമയം വൈകുമ്പോൾ ശിഷ്യഗണങ്ങളിൽ ഒരാളെ വിട്ട് ചോദിക്കും, ഇവിടെ ഏതെങ്കിലും ചായക്കടയോ അല്ലോ ഉണ്ടോ, എവിടെയോ ഒരു റാന്തൽ കാണുന്നുണ്ട്, അവിടെ പോയി നീ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാ. അവൻ 3-4 പരിപ്പ് വട വാങ്ങിക്കൊണ്ടുവന്നു. അത് ഈ 2-3 പേരെ പങ്കുവെച്ച് കൈ തലണയായി വെച്ച് കിടന്നുറങ്ങി. ഒരു പരിഭവമില്ല, ഒരു പരാതിയുമില്ല. നമ്മുടെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ ഒക്കുമോ? നമുക്ക് സങ്കടങ്ങളും പരാതിയും സ്ഥാനങ്ങളും ഒന്നും ലഭിക്കാത്ത പക്ഷം എത്രമാത്രം നമ്മൾ ദുഃഖിതരാണ്. ആ ദുഃഖം നമ്മൾ പലപ്പോഴും പറയും. അങ്ങനെയുള്ള ഒരു സംഗതികളും ആ പിതാവിൽ നമ്മൾ കേട്ടിട്ടില്ല. കാര്യം തിരുമേനിയെ കണ്ടിട്ടുണ്ട്. തിരുമേനി എൻ്റെ സ്വന്തം പള്ളിയിലും വന്നിട്ടുണ്ട്. അവിടെ ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൻ്റെ ആ എതിർപ്പ്, ജാതി വ്യത്യാസം വളരെ ശക്തമായ ഒരു ഭാരതമാണ് നമ്മൾ ആദ്യം മുതലേ കണ്ടിട്ടുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടൊന്നും നമ്മൾ ഈ ജാതി വ്യത്യാസങ്ങളിൽ ഒന്നും ഒരിക്കലും അതിലെ അയവ് വരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും എതിർപ്പും ഇത്രയും പ്രതികൂലതകളുമുള്ള സന്ദർഭത്തിലും തൻ്റെ ഇച്ഛാശക്തി, അതായത് തമ്പ്രാനെ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്നാണ് കേട്ടിരുന്നത്. പാവപ്പെട്ട കുടിലുകളിൽ ചെന്ന് തമ്പ്രാനെ തമ്പ്രാനെ എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ പത്രോസ് മാർ ഉസ്താദ് തിരുമേനിയോ അല്ലെങ്കിൽ പത്രോസ് റമ്പാച്ചൻ കാണുന്നത് കർത്താവിൻ്റെ മുഖമാണ് അവരിൽ. അത് വെളുപ്പോ കറുപ്പോ അവരെ നന്നായി വസ്ത്രധാരണം ചെയ്തോ എന്നുള്ള അർത്ഥത്തിലല്ല. ഓരോ മനുഷ്യനിലും അദ്ദേഹം കണ്ടിരുന്നത് ദൈവമുഖമാണ്. ആ ദൈവമുഖമായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ വളരെ അടുത്ത് സ്വന്തക്കാരെ പോലെയും
പ്രിയപ്പെട്ടവരെ പോലെയും അദ്ദേഹത്തോട് ഇടപെടാൻ തക്കവണ്ണം മറ്റുള്ളവർക്ക് സാധിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചളിവരമ്പിലൂടെയൊക്കെ ഇങ്ങനെ കസേരയിലിരുത്തി തോട് കടത്തി പിന്നെ അവിടെ ഉള്ള പാവപ്പെട്ട വീടുകളിലെ തിരുമേനി പോകുമായിരുന്നു. അതുപോലെ തന്നെ ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു, കാർഡിൽ കത്തെഴുതുമായിരുന്നു, ഒരു കാലം കൊടയും കുത്തി അത് ഉയർത്തിപ്പിടിച്ച് റോഡിലൂടെ നടക്കുമായിരുന്നു. 50 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴേ നമ്മൾ വളരെ പരിഷ്കാരികളും മൊബൈലും കമ്പ്യൂട്ടറും പിന്നെന്താ ഐഫോണും ആർഫോണും ആപ്പിൾ ഫോണും ഒക്കെ അല്ലാതെ നമുക്കിന്ന് ജീവിക്കാൻ സാധിക്കുമോ? അതൊന്നും കിട്ടാത്ത ഒരു അവസരം വരുമ്പോഴേ നമ്മൾ എത്രയോ യുവതലമുറ ജീവിതം തന്നെ ആത്മഹത്യ ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഒരു മൊബൈൽ കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ബൈക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഫോൺ കിട്ടിയില്ല. ഇതൊക്കെയാണ് കാരണം. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ ജീവിതത്തിൽ അതുപോലുള്ള ഇച്ഛാശക്തി ഉള്ള ഒരു പിതാവിൻ്റെ പെരുന്നാളിൽ നാം പങ്കെടുക്കുകയാണ്. അത് തന്നെ നമുക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് തീരും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. അതോടൊപ്പം തന്നെ ഞാൻ വളരെ ദീർഘമായൊരു പ്രസംഗം പറയുന്നില്ല. ഇത് കഴിഞ്ഞൊരു അനുസ്മരണ സമ്മേളനമുണ്ട്. അത് ഒരു പൊതുസമ്മേളനമായതുകൊണ്ട് നമ്മുടെ ഒരു സ്വന്തം വീട്ടിലിരുന്ന് പറയുന്നത് പോലെ പറയാനുള്ള ഒരു അന്തരീക്ഷമായിരിക്കയില്ല അത് എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതുകൊണ്ടാണ് ഏതാനും നിമിഷങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിച്ചത്. ഇന്ന് കർത്താവ് ദേവാലയത്തിൽ പോയ ഒരു വിഷയത്തെക്കുറിച്ച് നല്ല ചിത്രീകരണമുണ്ട്, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് ആദ്യമായി പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ അവിടെ പ്രായമായ ഒരു വൃദ്ധനായ ശെമൂൻ എന്ന് പറയുന്ന ഒരു പ്രവാചകനെന്നോ പണ്ഡിതനെന്നോ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ രക്ഷകനെ കാത്തിരിക്കുന്നവൻ എന്ന 2-3 സംബോധനകളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഏതോ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച, അത് മിത്താണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആ പുസ്തകത്തിൽ എങ്ങനെ സാമാന്യം പാണ്ഡിത്യമുള്ള അക്കാഡമിക് എക്സലൻസ് ഉള്ള ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത്. അതിൽ എഴുതിയിരിക്കുന്ന ഏതാണ്ട് ഇങ്ങനെയാണ്: ഈ ശെമൂൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു റാബോയാണ്, മഹാപണ്ഡിതനാണ്. ഈ പണ്ഡിതനായ ശെമൂനെ ഹീബ്രു ബൈബിൾ അല്ലെങ്കിൽ ഹീബ്രുവിലുള്ള പഴയ നിയമം പരിഭാഷപ്പെടുത്തുവാനായിട്ട് മറ്റുള്ളവർ ഏൽപ്പിച്ചു. അദ്ദേഹം പരിഭാഷപ്പെടുത്തി, യെശയ്യാ പ്രവാചകന്റെ പ്രവചനം പരിഭാഷപ്പെടുത്തി കുറെ കഴിഞ്ഞപ്പോൾ കന്യക ഗർഭിണിയായി കുഞ്ഞിനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പുസ്തകം അടച്ചു. ഇതെങ്ങനെ സംഭവിക്കും? അക്ഷരത്തെറ്റായിരിക്കും, ആദ്യം എഴുതിയവർക്ക് എന്തെങ്കിലും പെശക് പറ്റിയതായിരിക്കും എന്ന് പറഞ്ഞ് പുസ്തകം മാറ്റിവെച്ച് തർജ്ജിമ അവിടെ നിർത്തി. അദ്ദേഹം രാത്രി വീണ്ടും ഉറങ്ങാൻ കടന്നു. പിന്നെയും വീണ്ടും എടുത്തു നോക്കി, കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. അത് എങ്ങനെ? അത് ഈ ആർക്കോ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം കരുതി. ഒന്നുപോലെ യെശയ്യാ പ്രവാചകന് ഇത് പറ്റിയ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ ഇത് പകർത്തി എഴുതിയവന് പറ്റിയ തെറ്റായിരിക്കാം. ഇത് സംഭവിക്കുന്ന കാര്യമല്ല. വീണ്ടും അടച്ചു. അങ്ങനെ 1, 2, 3 തവണ ആവർത്തിച്ച് അടച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ദർശനം അവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. ദർശനമുണ്ടായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നീ അതാണ്ട് തർജ്ജമ ചെയ്താൽ മതി, അത് ആർക്കും തെറ്റ് പറ്റിയതൊന്നുമല്ല എന്ന ഒരു ദർശനമുണ്ടായപ്പോൾ അതുപോലെ എഴുതി വെച്ചു. മാത്രമല്ല, ഇത് നീ നേരിൽ കണ്ട് വിശ്വസിക്കുന്നത് വരെ നിന്നെ മരണം ഒരിക്കലും നിനക്ക് ഉണ്ടാകുകയില്ല എന്ന ഒരു പ്രോമിസ് അദ്ദേഹത്തിന് കൊടുത്തു. ആ പ്രോമിസിന് വേണ്ടി ആ ഒരു വാഗ്ദാനം, ആ ദർശനത്തിലൂടെ ഉണ്ടായ വാഗ്ദാനം ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയെന്നാണ് നമ്മൾ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളിൽ എഴുതി കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത്. അത് സംഭവിക്കുന്നത് വരെ അദ്ദേഹം അപ്പം എത്ര വയസ്സുണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് അറിയാമല്ല. വൃദ്ധനായ ശെമൂന് മാത്രമേ അറിയാവൂ. ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇതെല്ലാം ഓർമ്മ വന്നു. ആ കുഞ്ഞിനെ വാരി കോരിയെടുത്തു. ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ, നീ അതുവരെ എന്നെ ഇവിടെ തടങ്കിലിടുകയായിരുന്നല്ലോ, ഞാനൊന്ന് സംശയിക്കുകയല്ലേ ചെയ്തുള്ളൂ. ഒരു കന്യക എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത് എന്ന്
ഒരു സാമാന്യ സംശയമല്ലേ എൻ്റേതുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിലപ്പോൾ വന്നു കാണാം. അതുകൊണ്ടാണ് ഈ ശമൂൻ എന്ന വൃദ്ധൻ ഈ ഇസ്രായേലിൻ്റെ രക്ഷകനെ നേരിൽ കാണുന്നതുവരെ നീ മരണം കാണുകയില്ല എന്ന് പറഞ്ഞ ഒരു ദർശനത്തിൻ്റെ ചുവട് പിടിച്ച് അങ്ങനെ ഒരു സംഭവിച്ചതാണോ അല്ലയോ വേറെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. എന്നാൽ വായിച്ചൊരു പുസ്തകം എൻ്റെ കയ്യിൽ ഉണ്ട് താനും. അതൊരു ചെറിയ അക്കാഡമിക് എക്സലൻസ് ഉള്ള ആൾ എഴുതിയതാണ്, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതാണ്, കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പരിശുദ്ധന്മാരെ കുറിച്ച്. പോകട്ടെ, ഞാൻ പറഞ്ഞു ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം, അങ്ങനെ അല്ലായിരിക്കാം. എന്തായിരുന്നാലും വൃദ്ധനായ ആ പിതാവ് ഈ കുഞ്ഞിനെ കണ്ട് വാരിയെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പറയുന്നുണ്ട്. അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കർത്താവിൻ്റെ ഒരു ദേവാലയത്തിലേക്കുള്ളൊരു വരവ് വളരെ പ്രധാനമാണ്. പിന്നെ ഒരിക്കൽ ദേവാലയത്തിൽ പോയത് പെസഹ പെരുന്നാളിനാണ്. അവിടെ വെച്ച് കൊച്ചിനെ കണ്ടില്ല എന്നും പറഞ്ഞിട്ടുള്ള വിഷമസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒന്ന് പോയത് അദ്ദേഹത്തിന് പിന്നെ കുരിശിൽ തറച്ച് കൊല്ലാൻ തക്കവണ്ണമുള്ള അറസ്റ്റും ഇടപാടുമൊക്കെയാണ്. അങ്ങനെ ദേവാലയത്തിന് പുറത്താണ് കൂടുതൽ അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി ഉണ്ടായതെന്ന് തോന്നുന്നത് വായിക്കുമ്പോൾ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഈ പത്രോസ് മാർ ഒസ്താത്യോസ് തിരുമേനി നമുക്ക് നൽകിയ ഒരു മാതൃകയുണ്ട്, ജീവിതത്തിൻ്റെ മാതൃകയുണ്ട്. അത് സമാനതകളില്ലാത്തതാണ്. ആ സമാനതകളില്ലാത്ത ആ ജീവിതത്തിലെ ഏതംശം വരെ നമുക്ക് അനുകരിക്കാൻ കഴിയും എന്നുള്ള വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിലുള്ളത്. ആ ചോദ്യചിഹ്നം പെട്ടെന്നൊന്നും ഉത്തരം പറയാൻ നമുക്ക് കഴിയുകയില്ല. ആധുനിക കാലഘട്ടത്തിൽ അതിനെ ഉത്തരം പറയേണ്ടത് വാക്കുകളിലല്ല, നമ്മുടെ ജീവിതത്തിലൂടെയാണ്. ആ ജീവിതത്തിലൂടെ നമുക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയുമോ എന്നൊരു സംശയം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്കെല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ